ഹായ്. ഇന്നത്തെ മാർക്കറ്റ് സൈഡ് വേസ് ആയിരുന്നില്ല. ഓപ്ഷൻ ബയേഴ്സിന് പറ്റിയൊരു മാർക്കറ്റ് ആയിരുന്നില്ല. ഈ വീക്ക് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് അത്ര നല്ല മൂവ്മെൻറ്റ്സ് ഒന്നും തന്നിട്ടില്ല. പക്ഷെ ഇന്ന് ആക്ച്വലി നമുക്കൊരു രണ്ട് മൂവ് കിട്ടി. അതിൽ ഒരെണ്ണത്തിൽ എൻട്രി എടുത്തുള്ളൂ. അതും വലിയ മൂവ്മെൻറ്റ്, വലിയ ഒരു പ്രോഫിറ്റും ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ല. അതൊരു കൈൻഡ് ഓഫ് ബ്രേക്ക് ഈവനിലാണ് എക്സിറ്റ് ചെയ്തിരുന്നത്. ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ടായി. രാവിലെ വന്നു കഴിഞ്ഞാൽ വെച്ചാൽ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ചെയ്തിട്ടുണ്ടായി. അവിടെ നിന്ന് അത് ഇൻവേഴ്സ് ചെയ്ത് ഒരു റീടെസ്റ്റ് തന്നിട്ട് ഒരു സഡൻ മൂവ് ആയിരുന്നു. അതെനിക്ക് എൻട്രി കിട്ടിയില്ല. സഡൻ മൂവ് ആയതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഒരു സൈഡ് വേസ് ആണെന്നുള്ളൊരു ഒരു കൺവിക്ഷൻ ഉള്ളത് കൊണ്ടും ഞാനത് സഡൻ മൂവ് ആയിട്ട് എടുത്തില്ല. അത് കറക്റ്റ് ഇവിടെ എന്തെങ്കിലും എടുത്താലും പിന്നെ സൈഡ് വേസ് പോയാലോ എന്നുള്ളൊരു ഫിയർ കാരണം ആ മൂവ് മിസ്സായി. ഇന്നത്തെ ക്ലോസിലായിരുന്നു ടാർഗറ്റ് വെച്ചിരുന്നത്. 33 പോയിൻറ്റ്സ് ഓൾമോസ്റ്റ് ടാർഗറ്റ് ഹിറ്റായിട്ടുണ്ടായി. അത് കഴിഞ്ഞിട്ട് പിന്നെ മാർക്കറ്റ് സൈഡ് വേസ് പോയിക്കൊണ്ടിരുന്നു. പിന്നെ ഒരു അടിയിലേക്ക് മൂവ്മെൻറ്റ് വന്നു. അവിടെ ഒന്നും നമുക്ക് ട്രേഡ് ഉണ്ടായില്ല. നമുക്ക് ട്രേഡ് പിന്നെ ഒരു കൺസൾട്ടേഷൻ ആയിരുന്നു ഫുള്ള്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞിട്ട് നോൺ കഴിഞ്ഞ് ക്ലോസിങ് ടൈം ഒരു സെക്കൻഡ് ഹാഫിലാണ് നമുക്ക് അടുത്ത ട്രേഡ് കിട്ടിയത്. ഇവിടെ ഒരു 5 മിനിറ്റ്സ് ഓർഡർ ബ്ലോക്ക് ഉണ്ടായിരുന്നു. നമുക്ക് നോക്കിയാൽ കാണാം ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ വന്നിട്ടുണ്ട്. അവിടെ ഒരു ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്തു. മാർക്കറ്റ് അതിൽ എൻ്റർ ചെയ്തു നല്ലൊരു മൂവ്മെൻ്റ് അടിയിലേക്ക് തന്നിട്ടുണ്ടായിരുന്നു. അത് അതായത് ഇന്നത്തെ ലോ ബ്രേക്ക് ചെയ്ത് അടിയിലേക്കൊരു മൂവ് തന്നായിരുന്നു. പക്ഷെ അത് 1 മിനിറ്റിലിട്ട് നോക്കുമ്പോൾ ഞാൻ ഇവിടുന്ന് എൻട്രി എടുത്തു. ഈ സിങ് ലോ ആയിരുന്നു ഞാൻ ഫസ്റ്റ് ടാർഗറ്റ്. ഈ സിങ് ലോ വരെ എത്തി, മാർക്കറ്റ് എത്തി. പിന്നെ മേളിലേക്ക് പോയി, പിന്നെ റിറ്റസ്റ്റ് ചെയ്തു, പിന്നെ ഒരു എൻട്രി തന്നു. അപ്പോൾ ആക്ച്വലി ഇത് ഇങ്ങനെ സൈഡ് വേസ് ഒരു 130 മുതൽ 230 വരെ ഓൾമോസ്റ്റ് ഇങ്ങനെ തന്നെ പോയിക്കൊണ്ടിരുന്നു. ഞാൻ ഓൾമോസ്റ്റ് ഒരു പ്രീമിയം 37 എൻട്രി ചെയ്തു. 39 എക്സിറ്റ് ചെയ്തത്. ഓൾമോസ്റ്റ് 44 വരെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ മൂവ് ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ കൺസൾട്ടേഷൻ ആയതുകൊണ്ട് പ്രീമിയം ഡി കെ ഉണ്ടായി, എക്സ്പയറി ആയതുകൊണ്ടും അതുകൊണ്ട് പിന്നെ അതിലേക്ക് പോയില്ല. പക്ഷെ നല്ലൊരു മൂവ്മെൻറ്റ് അടിയിലേക്ക് തന്നിട്ടുണ്ടായി. അങ്ങനെ മാർക്കറ്റ് കുറച്ച് സെഷൻസിന് കഴിഞ്ഞിട്ടാണ് ഒരു റെഡ് തന്ന് ക്ലോസ് ചെയ്യണത്. ഈ ഗ്യാപ്പ് ഓൾമോസ്റ്റ് ഫില്ലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നാളത്തെ എൻ്റെ ഒരു മാർക്കറ്റ് ട്രേഡ് പ്ലാൻ അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ഒരു വ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാപ്പ് അപ്പ് തന്നെ ഓപ്പൺ ചെയ്യാനാണ് ചാൻസ്. ഓൾമോസ്റ്റ് ഇന്ന് മാർക്കറ്റ് ചെയ്തതിൻ്റെ ഹാഫിൽ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ തരാൻ ചാൻസ് ഉണ്ട്. 25,200 ഗ്യാപ്പ് അപ്പ് തരാൻ ചാൻസ് ഉണ്ട്. 25,200 മാർക്കറ്റ് ഓപ്പണായി അവിടെ നിന്നൊരു ഇന്നത്തെ ക്ലോസ് വരെ മാർക്കറ്റ് വന്നേക്കാം. 145 144 വന്ന് അവിടെ നിന്നൊരു നല്ല സപ്പോർട്ട് എടുത്തിട്ട് പിന്നെ ഒരു ബുള്ളിഷ് വ്യൂ തരാനാണ് എനിക്ക് ചാൻസ് തോന്നണത്. ഓൾമോസ്റ്റ് മാർക്കറ്റിൻ്റെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ അങ്ങനത്തെ ഒരു വ്യൂ തരാൻ, അങ്ങനത്തെ ഒരു മൂവ്മെൻറ്റ് തരാനാണ് പ്ലാൻ. ഇനി അഥവാ ഗ്യാപ്പ് ഡൗൺ ആണ് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇന്ന് തന്നെ കൺസോൾട്ടേഷൻ തരാനാണ് സാധ്യത കൂടുതലും. ഗ്യാപ്പ് അപ്പിൽ ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ചെയ്ത് ഇന്നത്തെ ക്ലോസ് എത്തി പിന്നെ ഒരു കൺസൾട്ടേഷൻ മൂഡായിരിക്കും മാർക്കറ്റ്. ഗ്യാപ്പ് അപ്പിലാണെങ്കിലാണ് നമുക്ക് ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുള്ളൂ. മാർക്കറ്റിൽ അത്ര മൂവ്മെൻറ്റ് വരാൻ ചാൻസ് ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അടുത്ത ആഴ്ച വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും മാർക്കറ്റ് നല്ലൊരു മൂവ്മെൻറ്റ് വരാൻ. ഈ ആഴ്ച മൊത്തത്തിൽ ഓപ്ഷൻ ബയേഴ്സിൻ്റെ ഒരു നല്ല ദിവസം ആയിരുന്നില്ല. എല്ലാ ദിവസത്തെ മാർക്കറ്റ് നമുക്ക് നോക്കിയാലും അറിയാം ഇത്ര മൂവ് തന്നിട്ടില്ല. സെപ്റ്റംബർ മുതൽ ഫസ്റ്റ് സെഷൻ ഇതാണ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. ലാസ്റ്റ് ഫ്രൈഡേ ആയാലും നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടിയിട്ടില്ല നിഫ്റ്റിയിൽ. ബാങ്ക് നിഫ്റ്റി ഓൾമോസ്റ്റ് ഇപ്പോൾ ബ്രേക്ക് ഔട്ട് തന്നുകൊണ്ടിരിക്കുകയാണ്. ബാങ്ക് നിഫ്റ്റി അടുത്ത എക്സ്പയറിക്ക് മിക്കവാറും ബാങ്ക് നിഫ്റ്റി നല്ലൊരു ഇതിൽ പോവുകയാണെങ്കിൽ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അത് നിഫ്റ്റി ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടും ബാങ്ക് നിഫ്റ്റി ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടില്ല ഇതുവരെ. ബാങ്ക് നിഫ്റ്റി ഫുള്ളൊരു കൺസൾട്ടേഷൻ മൂഡാണ് 2-3 ദിവസമായിട്ട്. അപ്പോൾ അടുത്ത ഈ ആഴ്ചത്തെ പെർഫോമൻസ് നോക്കി ഗ്ലോബൽ മാർക്കറ്റ് പെർഫോമൻസ്, US മാർക്കറ്റിൻ്റെ പെർഫോമൻസ് നോക്കിയിട്ട് അടുത്ത ആഴ്ച നല്ലൊരു മൂവ്മെൻറ്റ് ഉണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ. നാളെ ഒരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ മാത്രം നിഫ്റ്റിയിൽ ഒരു ട്രേഡ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഗ്യാപ്പ് ഡൗൺ പോവുകയാണെങ്കിൽ മിക്കവാറും കൺസൾട്ടേഷൻ തന്നെ ആയിരിക്കും. അതിൽ നാളെ ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. നിങ്ങളാരെങ്കിലും ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും, അതിൽ കയറി ജോയിൻ ചെയ്താൽ മതി. ഞാൻ ട്രേഡ്സ് ഇടാറുണ്ട്. ട്രേഡ് കോളോ അങ്ങനെയൊന്നും ഇടാറില്ല. ജസ്റ്റ് എടുത്ത ട്രേഡ്സ് മാത്രം ഇടാറുണ്ട്.
നിങ്ങൾക്ക് ഈ കോൺസെപ്റ്റ് പഠിക്കുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ അകത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്, അത് വെച്ച് നിങ്ങൾ പഠിക്കുക. ഇതെങ്ങനെ മാർക്ക് ചെയ്യുക എന്നുള്ളത് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, താങ്ക് യു.